മനോധൈര്യവും ആത്മവിശ്വാസവും ഒത്തുചേർന്ന ജീവിതവുമായി മുന്നോട്ടു പോകുന്ന വ്യക്തിയാണ് നടൻ ബാലയുടെ ഭാര്യ ഡോക്ടർ എലിസബത്ത് ഉദയൻ. ഭർത്താവ് ബാല ജീവിതം തിരിച്ചുപിടിക്കാൻ പ്രധാന കാരണമായത് ഭാര്യ എലിസബത്ത് അല്ലെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ബാലയ്ക്ക് അത്ര കണ്ട് താങ്ങും തണലുമായ എലിസബത്ത് കൂടെ ഉണ്ടായിരുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ സമയത്തും അതിനുശേഷവും ഭാര്യയായിരുന്നു ബാലയുടെ ശക്തി കേന്ദ്രം. ഭാര്യയെക്കുറിച്ച് ചോദിച്ചാൽ ബാലയ്ക്ക് നല്ല വാക്കുകൾ മാത്രം. അതെപ്പോഴും അങ്ങനെ ബാല പറയൂ. ഭാര്യ തങ്കമെന്നാണ് ബാലയുടെ വാക്കുകൾ. ഇപ്പോൾ ബാലയുടെ കൂടെ ഇല്ലെങ്കിലും എലിസബത്ത് ജീവിതത്തെ പോസിറ്റീവായി കാണുന്നത് അവസാനിപ്പിച്ചിട്ടില്ല. പുതിയ തുടക്കത്തെക്കുറിച്ച് താരപത്നി പുതിയ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ്. ജീവിതം എവിടെയെങ്കിലും തുടങ്ങി എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുന്നതല്ല എന്ന വിശ്വാസമുണ്ട് എലിസബത്തിന്. ആയതിനാൽ ജോലി തിരക്കുകൾക്കിടയിലും നാട്ടിലെത്തി മറ്റൊരു കാര്യത്തിന് തുടക്കമിടാൻ എലിസബത്ത് മറന്നില്ല. എലിസബത്ത് ഉദയൻ യോഗ പഠിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. കൂടെ അവരുടെ അച്ഛനും അമ്മയുമുണ്ട്. ഇവിടെ പുത്തൻ സൗഹൃദങ്ങൾ കണ്ടെത്തി സന്തോഷ വർത്തമാനവും എലിസബത്ത് പങ്കിടുന്നുണ്ട്. യോഗയുടെ എല്ലാ ഭാഗങ്ങളും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് എലിസബത്ത്. വരും നാളുകളിൽ എലിസബത്ത് ഉദയൻ അത്രയും കൂടി സ്വായത്തമാക്കുമെന്ന് മനസ്സിലാക്കാം. തന്റെ പുതിയ കൂട്ടുകാരെയും എലിസബത്ത് പരിചയപ്പെടുത്തി. ജപ്പാൻ സ്വദേശികളായ ചിലർ എലിസബത്തിന്റെ ഒപ്പം യോഗ പരിശീലനത്തിന് എത്തിയിട്ടുണ്ട്. അവരെ പരിചയപ്പെടുത്തുകയും അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്ത വിശേഷം എലിസബത്ത് പറയുന്നുണ്ട്. അന്യനാട്ടിൽ ജോലിയിൽ ക്ഷീണിതയായ എലിസബത്ത് നാട്ടിൽ കുറച്ചു ദിവസം അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തു നിൽക്കാൻ എത്തിയിരുന്നു. ഈ വേള വണ്ടർലൈൻ റൈഡുകളിലും കയറി ആസ്വദിക്കുകയും ചെയ്ത വിശേഷം എലിസബത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ കണ്ടിരുന്നു. എന്തുകൊണ്ട് ബാലയുടെ ഒപ്പം എലിസബത്ത് ഇപ്പോൾ ഇല്ല എന്നതിന്റെ കാരണം ഇവർ രണ്ടുപേരും വെളിപ്പെടുത്തിയിട്ടില്ല. എലിസബത്ത് സ്ഥിരമായി വ്ലോഗിങ്ങിൽ എത്തിച്ചേരാറുണ്ട്.